ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്ലഡ് ഹൗഡിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ് ചെയ്യാൻ പോണത്. നമ്മുടെ ചാനലിൽ 99 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരും ഒപ്പം നിൽക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. വീഡിയോ എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടിരിക്കണേ. ഒരു ലോങ് വീഡിയോയിലാണ് നമ്മൾ അടുത്ത പ്രതീക്ഷ. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വിക്കി ഭാസ്കർ അവരുമായി ഫൈറ്റ് ചെയ്യുന്നതാണ്. വിക്കി പറയുന്നു, നിന്നെ പോലുള്ള മോൺസ്റ്റേഴ്സിന് ഭയം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വിക്കി അവരെ കൗൺസിലർ പാലസിൽ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. ജുവാവോ ഇത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴാണ് ജയിലിൻ്റെ അകത്ത് നിന്ന് അവൻ പറയുന്നത്, നിനക്ക് തോന്നുന്നുണ്ടോടാ നീ രക്ഷപ്പെടുമെന്ന്? ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്ന് നിന്നെ കൊന്നുകളയടാ. ചുവാവ് പറഞ്ഞു, സാർ എന്ത് കണ്ടിട്ട് അവരെ ഇങ്ങനെ തച്ച്? വിക്കർ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഓവറായി ചെയ്തു ചുവാവോ? ചുവാവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ലൈൻ ക്രോസ് ചെയ്തു സാർ. നിങ്ങൾ അവനെ അടിച്ച് കൊല്ലാനാക്കി എടുക്കാം സാർ. വിക്കി പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ അതിന്. ചുവാവ് പറഞ്ഞു, എന്ത്? ചുവാവോ, നീ കരുതുന്നുണ്ടോ ഞാൻ ഇവരെ ഇങ്ങോട്ട് വെറുതെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്? ഒരിക്കലുമല്ല. ഇവർ പവർ ഓഫ് ഭാസ്കർ വില്ല ക്ലാൻ്റെ റീജിയൻ മുഴുവൻ എന്ത് തൊട്ടിത്തരമാണ് ചെയ്തിരിക്കണമെന്ന് നിനക്കറിയാമോ? വേറൊന്നുമല്ല, സ്ലേവ് ബിസിനസ് ഉൾപ്പെടെ എല്ലാതുമുണ്ട്. ഞാനിവരെ സൂര്യാസ്തമനത്തിനുള്ളിൽ തല ചെത്തിക്കളയാനാണ് കരുതുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഇവരുമായുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി വൈപ്പൗട്ടായി പോകുന്നതാണ്. ചുവാ ചോദിച്ചു, താങ്കൾ സീരിയസ്ലാണോ സാർ പറയുന്നത്? വിക്കർ പറഞ്ഞു, ഉറപ്പായും. ഇത് കേട്ടതും പ്രിസണിനകത്തുള്ള എല്ലാവരും പേടിച്ചു പോയി. ഇത് കേട്ടതും അവർ പറഞ്ഞു, ഞങ്ങളെ ക്ഷമിക്കൂ സാർ, ഞങ്ങളെ ഇത്തവണയെങ്കിലും വെറുതെ വിടൂ പ്ലീസ് സാർ. ചുവാ പറഞ്ഞു, സാർ അവരുടെ ക്ലാനുകൾ ഇത് കണ്ട് നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാർ അവർ സില്ലിയും കവോടൊക്കെ ആയിരിക്കും, പക്ഷേ അവർ ബോൾഡാണ്. അവർ ഓരോ വാറും നമ്മളോട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കതൊരിക്കലും താങ്ങാൻ വയ്ക്കില്ല. അവർ നമ്മളോട് ഒന്നിനു പിന്നാലെ ഒന്നായി റിവെഞ്ച് എടുക്കും സാർ. വിക്കി പറഞ്ഞു, ടെൻഷൻ എടുക്കില്ല ചുവാവോ, ക്ലാനുകളും ഇതിൽ ഇടപെടാൻ ഒരിക്കലും വയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ ഓർഗനൈസേഷനുമായി ഇവർക്കുള്ള ബന്ധം ഞാൻ തെളിയിക്കും. സാർ ഇവർക്കെതിരെയുള്ള എവിഡൻസ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? വിക്കി പറഞ്ഞു, ഡോൺ വറി, എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. ഇനി എവിഡൻസ് കിട്ടിയില്ലെങ്കിലോ ഞാൻ എൻ്റെ വഴിയെ എവിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട്. പിന്നീട് വിക്കി മനസ്സിൽ പറയുന്നതാണ് നമുക്ക് കേൾക്കുന്നത്. എന്തായാലും കെലാമിറ്റിയുടെ സമയം ആഗതമാവാനായി. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ അത് ഞാൻ ഉറപ്പായും മാറ്റിമറിക്കും. എല്ലാം തിരിച്ചെയ്തു ഞാൻ. പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്ക് അക്കാഡമിയിലേക്കൊന്ന് പോകാനുണ്ട്. വിക്കി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങളുടെ പേരിലുള്ള കേസ് എന്ന്. ക്രൈം ഓഫ് ഇല്ലീഗൽ കിഡ്നാപ്പിംഗ്, വുമൻസ് ട്രാഫിക്കിംഗ്, അതുപോലെ തന്നെ പ്രധാനമായുള്ള കാര്യം എന്താണ്, ബാർബേറിയൻസിനെ നിങ്ങൾ അവിടെ പോയി ചൊറിഞ്ഞു. അതാണ് ഇവിടെ നടന്ന എല്ലാത്തിനും മെയിനായുള്ള ഒരു കാരണം. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്തതിൽ എന്താ തെളിവ് സാർ? അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായും പണിഷ്മെന്റ് ഏറ്റുവാങ്ങാം സാർ. ഓ, നീയൊക്കെ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ റെഡിയാണല്ലേ? എവിഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീയൊക്കെ ചെയ്ത പരിപാടിയിൽ നിനക്ക് ഗിൽറ്റി അടിക്കേണ്ടതെന്നാണോ? വിക്കിയുടെ ഈ സംസാരം കേട്ട് അവന്റെ വായ് തുറക്കാതായി പോയി. വിക്കി മനസ്സിൽ പറഞ്ഞു, കണ്ടിട്ട് ഇവൻക്ക് ഇവന്റെ ക്ലയന്റെ പേര് ചീത്തപ്പേരാക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. അതും ഇവൻ മരിച്ചാൽ പോലും. വിക്കി അപ്പോഴാണ് പിറകിലോട്ട് നോക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നീ ഫൈനലി വന്നല്ലേ? വന്നാൾ പറഞ്ഞു, സാർ താങ്കൾ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നിന്റെ ടൈമിംഗ് വിളിച്ചു, ഗുഡ് ജോബ്. വന്നാളി പറഞ്ഞു വിക്കിയോട്, 30 വർഷമായി ഞാൻ ടോർച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും ഐഡിയാസൊക്കെ എവിടുന്നാ സാർ കിട്ടിയത്? ഞാൻ വരുന്നിടത്ത് ഇതൊക്കെ കോമൺ സാധനങ്ങളാ. അപ്പോൾ വന്നാൾ പറഞ്ഞു, അപ്പോൾ സാർ താങ്കൾ ഹെല്ലിൽ നിന്നാണോ വരുന്നത്? അല്ല, അതൊക്കെ മേലെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. വേണമെങ്കിൽ ഞാൻ നിനക്ക് പുതിയ ട്രിക്സ് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം, എങ്ങനെ ബ്രൂട്ടലാക്കണമെന്ന്. ഒരിക്കലും വേണ്ട സാർ, ഞാനിപ്പോൾ അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അതൊക്കെ പടഞ്ഞിപ്പോൾ ഇങ്ങോട്ട് പോരാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ മക്കളെ, നിങ്ങളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? വല്ല സത്യം പറയാനാണോ അതോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ? ഇനി എന്തായാലും നിങ്ങൾ പറയണമെന്നില്ല, ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാം. ഇത് കേട്ട് അവിടെയുള്ള എല്ലാ എണ്ണവും പേടിച്ച് വരേണ്ടി നിൽക്കുകയാണ്. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ റൂമർ പെട്ടെന്ന് പരക്കാൻ തുടങ്ങി അണ്ടർ സിറ്റിയിൽ. ആ 7 ട്രാഷുകളെ, ആ ലക്ഷറി ലൈഫ് ജീവിച്ച ക്രിമിനലുകളായവരെ എല്ലാവരെയും ഒപ്പം ജയിലിലിട്ടു എന്ന കാര്യം അവിടെ പെട്ടെന്ന് പടരുന്നു. അറസ്റ്റ് ചെയ്ത എല്ലാ എണ്ണത്തിനെയും നായെ തല്ലുന്ന പോലെ അത്ര തച്ചുകൂട്ടിയത്. ഇതെല്ലാം ചെയ്തത് നമ്മളെ പുതിയ വൈസ് കൗൺസിലറാ. അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹം ഇവിടെയുള്ള എല്ലാ എണ്ണത്തിനെയും അടിവേര് പറിക്കുമെന്നാണ് തോന്നുന്നത്. ആ 8 ചിൽഡ്രൻസ് വരുന്നത് ആ ക്ലാനുകളിൽ നിന്നാണ്. ആ ക്ലാനുകളെ കൈവെക്കാൻ അവനക്ക് അത്ര ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ അവൻ പേടിപ്പിച്ചായിരിക്കും വിടുക, അല്ലാതെ അവൻ ഒന്നും ചെയ്യില്ല. യാഥാർത്ഥ്യത്തിൽ അവർ ചെയ്ത തെറ്റിന് അവരെ എക്സിക്യൂഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം 7 ക്ലാനുകൾ എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അവൻ്റെ അടുത്തുള്ളവൻ പറയാണ്, എടാ മണ്ട, നിനക്ക് നമ്മളെ വൈസ് കൗൺസിലർ എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം ഒരു സിംഗിൾ പോസ്റ്റിലാണ് 10 മില്യൺ ഗോൾഡ് തന്നെ വെച്ചത്. അതിനിപ്പോൾ എന്താ?
അവനിത് എക്സിക്യൂഷൻ ചെയ്യില്ല എന്ന് 100% ഉറപ്പാ. കാരണം ചെയ്ത അവന്റെ കാറ്റ് പോകും, അമ്മാരി പണി കൊടുക്കും ആ 8 ക്ലാൻസിലെ മെമ്പർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ ഫേറ്റ് ആണ്, അതും പൊളിറ്റിക്കലും ആ 8 ക്ലാൻസും തമ്മിലുള്ളത്. എന്നാൽ ആ സമയത്ത് നിലവിലുള്ള 7 ക്ലാനിൽ നിന്നും ക്ലാൻ ഹെഡുകൾ അവരുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വിക്കി ഭാസ്കറിന് ഗോൾഡ് നൽകിയിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ മക്കളാണ് ഇനി അടുത്തവരുടെ ക്ലാൻ ഹെഡ്സുകൾ. അവർക്ക് വല്ലതും പറ്റിയാൽ അവരുടെ ക്ലാനിന് തന്നെയായിരിക്കും വലിയ പ്രശ്നം. പക്ഷേ വിക്കി ഭാസ്കറിന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ പൊങ്ങിയത് ആ 7 പേരുടെ തലകളായിരുന്നു. അവൻ ആ 7 പേരെയും തലവെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് അവനൊരു നോട്ടീസും വെച്ചിരുന്നു. ഇനി അണ്ടർ സിറ്റിയിൽ ക്രിമിനൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും മനസ്സിലായി വന്നത് ഒരു നിസ്സാരണക്കാരനല്ല. പിന്നീട് നമുക്ക് വിക്കി ഭാസ്കർ ജുവാനോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. ക്രിമിനൽസിനെല്ലാം കൊന്നുകളയുക തന്നെയാണ് വേണ്ടത്, പക്ഷേ ഇവർ ആ ക്ലാനിൽ പെട്ടു എന്ന് മാത്രം. ഇതെന്തായാലും ഒരു പുതിയ തുടക്കത്തിന് സാക്ഷ്യം വഹിക്കും. പക്ഷേ ചുവാവന്റെ മനസ്സിൽ അപ്പോൾ മറ്റൊന്നായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇനി നടക്കാൻ പോകുന്ന വാറിൽ അണ്ടർ സിറ്റിയിൽ ഒരു ബ്ലഡ് ബാത്ത് ആയിക്കൊണ്ടായിരിക്കും മാറുക. കാരണം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ബാസ്കർവില്ല കൗൺസിലറാണ്, അതും വൈസ് കൗൺസിലർ. അപ്പോഴാണ് വിക്കി പറയുന്നത്, മാനേജർ നീ തയ്യാറായിക്കോ, നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ചുവാ പറഞ്ഞു, എന്ത്? പിന്നീട് നമുക്ക് കടുത്തിരുന്നത് വിക്കി ചുവാവിന്റെ അപ്പിയറൻസിനെ മാറ്റി കളഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും പോയിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, ആ സ്ലേവ് ബിസിനസ് നടക്കുന്ന അടുത്തോട്ടാണ്. വിക്കി ഭാസ്കർ ആണെങ്കിലോ ഒരു സ്ലേവിന്റെ ഗെറ്റപ്പിലാണ് നിൽക്കുന്നത്. ചുവാ ചോദിച്ചു, ഇത് ശരിയാവുമോ വൈസ് കൗൺസിലർ? അപ്പോഴാണ് വിക്കി പറഞ്ഞത്, ചുവാവോ നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ വെറുതെ ചോദിച്ചതാ, ഒരു ഭയമായതിൻ്റെ ഉള്ളിൽ. ചുവാ ചിന്തിച്ചു, വൈസ് കൗൺസിലർ ഇതൊരു നല്ല ഐഡിയ ആണോ? പിന്നീട് നമുക്ക് അടുത്തിരുന്നത് ആ സ്ലേവ് മാർക്കറ്റിംഗ് നടക്കുന്ന പ്ലേസ് ആണ്. അവിടെ കൂടുതലും നോബൽസ് ആണ് വന്നിട്ടുള്ളത്. അവർ ഒട്ടുമിക്ക എല്ലാവരും വന്നിരിക്കുന്നത് സ്ലേവ്സിനെ വാങ്ങാനാണ്. എന്നാൽ അടുത്തൊരു സീനിൽ നമുക്ക് അടുത്തിരുന്നത് നമ്മുടെ വിക്കിയാണ്, അതും ഒരു സ്ലേവ് ഗെറ്റപ്പിൽ.